ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾക്ക് വീട് വയ്ക്കുന്ന സമയത്ത് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിൽ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ അല്ലെങ്കിൽ ഒരു ബെഡ്റൂമിൽ നമുക്ക് എങ്ങനെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം, കട്ടിൽ കാര്യങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്യാം, സ്വിച്ച് ബോർഡുകൾ എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒരു സൈഡിലായിട്ട്, അതായത് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ തന്നെ ഒരു 6 കോട്ടിൻ്റെ കട്ടിലാണ്, 6 വരാവുന്ന കട്ടിലാണ്. അതിൻ്റെ രണ്ട് സൈഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, രണ്ട് സ്വിച്ച് ബോർഡുകൾ. അത് നമ്മൾ കട്ടിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലായിരിക്കണം നമ്മുടെ സ്വിച്ച് ബോർഡുകൾ വെക്കേണ്ടത്. അതിൻ്റെ ഹൈറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ആദ്യമേ തന്നെ നോക്കാം. ഇപ്പോഴത്തെ രീതി അനുസരിച്ചിട്ട് കട്ടിൽ ഒരിക്കലും ഭിത്തിയോട് ചേർത്ത് തരുന്ന രീതിയിൽ അവിടെ നമ്മളൊരു സൈഡ് ടേബിൾ കൊടുക്കുന്നു. ഒരു 50 സെൻറ്റിമീറ്ററിൻ്റെ സൈഡ് ടേബിൾ, അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സ്വിച്ച് ബോർഡ് കൊടുക്കുന്നു. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അടിവശം വരുന്നത് 70 സെൻറ്റിമീറ്ററാണ് നമുക്ക് ഫിനിഷിംഗ് ലെവലിൽ വരുന്ന സമയത്ത് വരേണ്ടത്. അതായത് 70 സെൻറ്റിമീറ്റർ നമ്മൾ ആദ്യം വെട്ടിപ്പൊളിക്കുന്ന സമയത്ത് വെക്കും. 65 സെൻറ്റിമീറ്റർ ആകുമ്പോൾ നമുക്ക് ഫിനിഷിംഗ് സ്റ്റേജിൽ 65 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടിയാൽ മതി. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് 65 സെൻറ്റിമീറ്റർ നമുക്ക് ഫിനിഷിംഗ് ലെവലിൽ കിട്ടാവുന്ന രീതിയിൽ 50 സെൻറ്റിമീറ്ററിൽ വരുന്ന സൈഡ് ടേബിളിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ സൈഡ് ടേബിളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൊബൈൽ ചാർജിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും മൊബൈലോ കാര്യങ്ങളോ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ രണ്ട് സൈഡിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊരു മിറർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പിക്ചർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിക്ചർ ലാമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് അതിൻ്റെ സ്പോട്ട് ലൈറ്റ് പോലെ ചെറിയൊരു ലൈറ്റ് കിട്ടാവുന്ന രീതിയിൽ നമുക്കൊരു പിക്ചർ വയ്ക്കണമെങ്കിൽ പിക്ചർ വയ്ക്കാം. അതല്ലെങ്കിൽ നമുക്ക് കട്ടിൽ കിടന്നുകൊണ്ട് എന്തെങ്കിലും വായന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ റൂമിൻ്റെ ഒരു ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സിസ്റ്റം വയ്ക്കുന്നതിന്, അതൊരു എക്സ്ട്രാ സ്റ്റഡി ടേബിൾ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ കമ്പ്യൂട്ടർ വയ്ക്കുന്നത് വേണമെങ്കിൽ കമ്പ്യൂട്ടർ വയ്ക്കാം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് വയ്ക്കാം. സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ഒരു ടേബിൾ കൊടുക്കുക. അതിന് സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് സ്വിച്ച് പ്ലഗ് കാര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 4 മോഡ്യൂളുടെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ഫേസ്, ന്യൂട്രൽ, എർത്ത്, പിന്നെ ഒരു ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ. ഇനി അടുത്ത സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളായിട്ടൊരു കബോർഡ് സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. ഈ കബോർഡിൻ്റെ ഒരു ഏരിയയിൽ, കബോർഡ് സിസ്റ്റത്തിൻ്റെ ഒരു ഏരിയയിൽ തന്നെയാണ്, അതായത് നമ്മൾ ഇപ്പോഴത്തെ ഈ കട്ടിലിൻ്റെ സൈഡിൽ നിന്ന് മാറി നമ്മൾ ആദ്യം ഒരു എക്സ്ട്രാ പ്ലഗ് കൊടുത്തു. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടി മാറിയിട്ട്, അതായത് ബാത്റൂമിൻ്റെയൊക്കെ സൈഡിലായിട്ട് കുറച്ചുകൂടി മാറിയിട്ട് കബോർഡിൻ്റെ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഈ കട്ടിലിൻ്റെ സൈഡാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ കുറച്ചുകൂടി മാറിയിട്ടാണ്, ഇത് അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി മാറിയതിന് ശേഷമാണ് ഇപ്പുറത്തെ സൈഡിലേക്ക് മാറിയിട്ടാണ് നമ്മൾ കബോർഡ് സിസ്റ്റം ചെയ്തിരിക്കുന്നത്. കബോർഡ് സിസ്റ്റത്തിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും ആ സിസ്റ്റം വേണമെങ്കിൽ നമുക്ക് ഇവിടെയും വയ്ക്കാവുന്ന രീതിയിൽ 2 ഓപ്ഷനാണ് ഇട്ടിരിക്കുന്നത്. ഈ ഏരിയയിൽ നമുക്ക് സിസ്റ്റം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ മിററിൻ്റെ ഏരിയ വന്നിരിക്കുന്നത് ഡ്രസ്സിങ് ഏരിയ ആണ് വന്നിരിക്കുന്നത്. അതായത് ബാത്റൂമിനോട് അറ്റാച്ച് ചെയ്ത് ഡ്രസ്സിങ് ഏരിയ വന്നിരിക്കുന്നു. ഡ്രസ്സിങ് ഏരിയയിൽ നമുക്ക് മിറർ വയ്ക്കാവുന്ന ഓപ്ഷനും കാര്യങ്ങളും അത്യാവശ്യം ഡ്രസ്സിങ്ങിന് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏരിയ. അതിനുശേഷം നമ്മൾ ഇപ്പോഴത്തെ കബോർഡ് സിസ്റ്റത്തിനോട് ചേർന്ന് നമ്മൾ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വയ്ക്കാം. സ്റ്റഡി മെറ്റീരിയൽ അവിടെ കൊടുക്കുക. അതിനുശേഷം കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാവുന്ന രീതിയിൽ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. 2 പ്ലഗും 2 സ്വിച്ചും കൊടുക്കാവുന്ന രീതിയിൽ 6 മോഡ്യൂളുടെ ബോക്സാണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ കട്ടിലിൻ്റെ കാര്യങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്യുക, അതിൻ്റെ സൈഡ് ടേബിൾ എങ്ങനെ അറേഞ്ച് ചെയ്യുക, സ്റ്റഡി ടേബിൾ എങ്ങനെ അറേഞ്ച് ചെയ്യുക, സിസ്റ്റം വയ്ക്കുന്നതിൻ്റെ സെപ്പറേറ്റ് കാര്യങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്ന ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.